ഇതാണ് ആനപ്പോത്ത്, വെരുമ്പോത്ത്. ഇതില്ലേ കൈ കണ്ടത്? ആ ഭാഗം നോക്കിയാലും കൈയുണ്ട്, ഈ ഭാഗം നോക്കിയാലും കൈയുണ്ട്. ഇതാണ് മോഡല്. ഇതാണ് കൗതുകം എന്ന് പറഞ്ഞ സാധനം. ഇത് സോക്കേസിൽ വെക്കണേ ആദ്യ ഉള്ളത്. ഒറിജിനൽ എച്ചപ്പ് കുട്ടിയാ. ഡെയിലി സെയിലാണ്. അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. കൈ കണ്ടത്? ആ ഭാഗം നോക്കിയാലും കൈയുണ്ട്, ഈ ഭാഗം നോക്കിയാലും കൈയുണ്ട്. ഇതാണ് മോഡല്. ഇത് എല്ലായിടത്തും കിട്ടൂല ഈ ആദി. ഇതാണ് കൗതുകം. നിങ്ങൾ ചന്തിലൊക്കെ പോയിട്ട് ഭയങ്കര ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണല്ലോ. ഈ ആദ്യം ഞാൻ കണ്ടേക്കണോ? അതാ പറഞ്ഞത്. കൈ പ്രത്യേക ഇനാണ്. രണ്ട് കുളമ്പ്, ഒരു കയ്യിന് 2 കുളമ്പാ. ഇത് 75,000 പയ്യന്റെ കുട്ടിയാണിത്. 75,000 വില ഉണ്ട് ഇതിനെ തള്ളക്ക്. അതിന്റെ കുട്ടിയാണ്. ഇതാണ് ഒറിജിനൽ എച്ചപ്പ്. കണ്ടത് ഇംഗ്ലീഷുകാരുടെ മോഡലാണല്ലോ. എല്ലാത്തിനും അങ്ങനെ കാണൂല. ഒറിജിനൽ ഇംഗ്ലീഷാണ്. നേരെ എന്നെടുക്കാം മോളെ, ഒന്ന് എടുക്കട്ടെ. പല സ്ഥലത്തേക്കും പോയതാണ്. ഇത് വില വെച്ചാൽ അത് ചോദിക്കാൻ 20,000 ഉണ്ട്. പക്ഷെ ഞമ്മക്കൊന്നും തരണ്ട. ഞമ്മക്കൊരു 20,000 രൂപ തന്നാ മതി. ഇത് ഒറിജിനലാണ്. ചീമക്കാള ഏത് ജാതി വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറമെ കറവുമാടിന് കറവശുക്കളെ ആവശ്യക്കാർക്ക് അതുണ്ട്. അതിന് പാല് ഇപ്പൊ ഇന്നലെ ലോഡ് വന്നിട്ടുള്ളൂ. അതൊരാഴ്ച നമ്മള് നല്ല തീറ്റിച്ചാൽ ഒരു 5-6 ലിറ്റർ പാല് കിട്ടും. ഇപ്പൊ വന്ന പാട് നമുക്കൊന്നും പറയാൻ കഴിയൂല. അങ്ങനെയൊക്കെയാണ് അവസ്ഥകള്. നോക്കാം. ഇതാണ് ആനപ്പോത്ത്, വെരുമ്പോത്ത്. ഇതില്ലേ ഇത് മുറ ഇനത്തിൽപ്പെട്ടാണ്. പക്ഷെ തമിഴ്നാട്, ആന്ധ്ര എന്ന് പറഞ്ഞാണ് മുറ ഐറ്റം തന്നെയാണ്. ഇത് കുട്ടിയില് മുറയാണ്. പിന്നെ ഇപ്പൊ വലുതായപ്പോ ജാതി മാറിയെന്ന് മാത്രം. കുട്ടി വളർത്തുന്ന സമയത്ത് മുറ കുട്ടി വാങ്ങി വളർത്തിയതാണത്. ഇപ്പൊ ആന്ധ്രപ്പോത്തായി മാറി. ഇത് തൂക്കം ഇങ്ങനെ ഇറച്ചി തൂക്കം ഒരു 5 കിൻഡൽ കിട്ടും. 5 കിൻഡൽ. ഇങ്ങനെ മൊത്തത്തിൽ തൂക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പിടിക്കുമ്പോ കൊണ്ടുപോയി തൂക്കുകയാണെങ്കിൽ 10 കിൻഡൽ ഉണ്ടാവും. 10 കിൻഡലൊക്കെ നല്ല ഹൈറ്റും ഒക്കെ ഉണ്ട്. വില എത്ര വെച്ചിട്ടുണ്ട്? വില 1.25 ലക്ഷം രൂപ. 1.25 ലക്ഷം രൂപ. കാണാൻ രസമുണ്ട്. കാണാൻ രസമാണ്. ഇതൊക്കെ ഉണ്ട്. അതിപ്പോ കുളിപ്പിച്ചിട്ടില്ല, എണ്ണ ഇട്ടിട്ടില്ല, കഴുകിയിട്ടില്ല. കൊണ്ടുപോയത് അതൊക്കെ സാപ്പിട്ട് പോയി. ആ പോത്തൊക്കെ ആൺകുട്ടികൾ സാപ്പിട്ട് പോയി. ഇത് 2ാം പോത്താണ്. അതിന്റെ വലുതുണ്ടായിരുന്നു. അത് 3-4 ദിവസം മുമ്പ് ഇറച്ചിയായി പോയി. ഇനിയിപ്പതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവനും ആരെങ്കിലും വന്നാ നമ്മൾ കാച്ചി വിടും. ഇത് 500 കിലോ ഉണ്ടാവും. ആ പോത്ത് 500 കിലോ ഉണ്ടായിരുന്നു. അതിലേറെ ഒരു സ്റ്റെപ്പ് ഹൈറ്റ് കൂടുതലാണ് ഇപ്പോൾ. ഒന്നും കൂടി വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. 500 മേലെ വരാൻ ചാൻസ് ഉണ്ട്. വെള്ളം പിന്നെ ഈ ചെറുപോത്താണ്. ചെറുപോത്ത് ഇത് ഒരു 3.5 തൂക്കം വരും. ഇറച്ചി ഒരു 3.5 കിട്ടും.
ഇതൊക്കെ നിങ്ങള് എവിടുന്ന് കൊടുക്കാനുണ്ട്? ഇതൊക്കെ ആന്ധ്രന്ന് കൊടുക്കാൻ ഡയറക്റ്റ് ഇവിടെ പോയിട്ട് ചന്തി ഡയറക്റ്റ് നമ്മള് പോയിട്ട് നമ്മളെ ആളുകൾ ഉണ്ട് അവിടെ നിന്ന് വാങ്ങണത്. അവര് വാങ്ങിട്ട് നമ്മള് പോണതല്ല, നമ്മളെ ടീം അവിടെ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങണവരുണ്ട്. പിന്നെ ഈ കാളകളൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? കാളകളൊക്കെ തമിഴ്നാടാണ്. പട്ടംചത്രം, പൊള്ളാച്ചി, തിരുപ്പൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവും. ഈ കാളൊക്കെ എത്ര വില വെച്ചിട്ടുണ്ട്? ഈ കാള അതോ അത് 65,000. ഈ കാള 75,000. ഇപ്പൊ പൊതുവെ ഒരു വില കൂടുതലുള്ള സീസണാണ് ഇപ്പൊ. പെരുന്നാളിന്റെ അല്ല, മാസം 15 ഈ കോളിന് ആയിട്ട് ഇപ്പൊ കുറച്ച് ടൈറ്റുള്ള സമയമാണ്. ഇത് കുറെ ഇനിയിപ്പോ ഒരു നാട് കുറയാൻ പോണില്ല. ഇനിയിപ്പോ പെരുന്നാളല്ലേ വരേണ്ടത്. ഉള്ളത്തിന്റെ ഇപ്പൊ ഇനി വില കൂടിക്കൊണ്ടേ ഇരിക്കും, വില കുറലുണ്ടാവില്ല. പിന്നെ കറവ് പശുക്കളൊക്കെ കറവ് അത് കറവ് അല്ല, അത് അറവിന്റെ ആണ്. കറവ് പശു ഇത് 1-2 വരും. നല്ല കറവ് പശുക്കളൊക്കെ ഇവിടെ ഉണ്ടാവും. ഫോൺ നമ്പർ ഒന്ന് തരുമോ? ആയിക്കോട്ടെ, തരാലോ. 99 47 25 96 നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ട ഏത് സാധനമാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പശുക്കളായാലും എല്ലാം ഉണ്ടാവും. ഏത് സാധനമാണെങ്കിലും ഉണ്ടാവും. ഇതിനിവിടെ ലോഡ് വരുന്ന ദിവസം വരുന്ന ദിവസം തിങ്കളാഴ്ചയാണ് ഇവിടെ ലോഡ് വരേണ്ടത്. പിന്നെ ഇട ദിവസം എല്ലാ ചന്തയിലും വരുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് പിന്നെ ലോഡ് വരല്, മെയിൻ ലോഡ് വരല്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചന്തയിലും ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച. ചൊവ്വാഴ്ച പെരുമ്പിലാവ്, ശനിയാഴ്ച കോലമണ്ണ, പിന്നെ വ്യാഴാഴ്ച വാണിയംകുളം. പിന്നെ ചട്ടിപ്പറമ്പിൽ നമ്മൾ ലോഡ് വരലുണ്ട്. അവിടെ ഏതാനും ഒരു മര്യാദക്ക് കന്ന് വെക്കലുണ്ട്. ഏത് സൈസ് സാധനമാണെങ്കിലും ചട്ടിപ്പറമ്പിൽ വന്നാലും ഉണ്ടാവും. പിന്നെ ഇട ദിവസം നമ്മൾ ഇവിടെ വന്നാൽ ഇതില് എപ്പോഴും റെഡി ആണ്. ഓക്കെ. പിന്നെ ഈ കറക്റ്റ് സ്ഥലം പറഞ്ഞ പേരെന്താ? ഇവിടെ പാലത്തറ എന്ന് പറയും. HMS ഹോസ്പിറ്റല്. പിന്നെ ടാറ്റ ഇതിന്റെ വണ്ടിന്റെ ഷോറൂം അതിന്റെ ഒക്കെ അടുത്താണ്. ഈ ഒരു ഏത് ജാതി അത് സേവാ ഇനം കാണാൻ. ഇത് ഇങ്ങനെ കളർ തന്നെയാണ്. കളറ് പല ഐറ്റം ഉണ്ട്. കളറുകള് ഒറ്റ കളറുകളുണ്ട്, 2 കളറുകളുണ്ട്. ഇത് HF പെട്ടെ കറുപ്പും വെള്ളി HFന്റെ കളറാണത്. ഇതിനകത്ത് വില വെച്ചിട്ടുണ്ട് ഈ കളക്ക്? ഇത് 1 ലക്ഷം റുപ്യാണ് ചോദ്യം. 1 ലക്ഷം രൂപ ചോദിച്ചു. പിന്നെ നമുക്ക് അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. പറയാൻ 1 ലക്ഷം പറയും. പക്ഷെ അതിന് കുറച്ച് തന്നാ മതി. ഇങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട ഏത് സമയത്ത് ഏത് ഫാദർക്ക് ഒന്ന് വിളിച്ചാലും ഓക്കെ ആയിക്കാരം. ഇപ്പൊ ഇവിടെ ആളില്ല, ഇപ്പൊ സൗകര്യമില്ല, ഇപ്പൊ ടൈം ശരിയല്ല എന്നൊന്നും പറഞ്ഞില്ല. എപ്പോ ഉള്ള ആവശ്യപ്പെട്ടാലും ആ സമയത്ത് ഇവിടെ ആളുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്. കുട്ടപ്പനായി ഉണ്ടെങ്കിൽ ഇതൊക്കെ കുളിപ്പിച്ചൊക്കെ റെഡി. ഇപ്പൊ പണിയൊന്നേ കഴിഞ്ഞിട്ടില്ല. പണിക്കാരെത്തിയില്ല. പണിക്കാരൊക്കെ വന്ന് സൗകര്യം ഒന്നും ആക്കിയിട്ടില്ല. വന്ന് കുറച്ച് നേരത്തെ വന്നു. എല്ലാ ഇതിന്റെ ഏറെ പവറായിരുന്നു. വൈകുന്നേരമൊക്കെ ആണെന്ന് ഇങ്ങനെ കിണ്ണം കാഴ്ചമാരുണ്ടാവും. ആ വൈകുന്നേരം വരണങ്ങള് അപ്പോഴേക്കാര ഫിനിഷിങ്ങള് കണ്ണാടിയിൽ നോക്കിയവര് ഇങ്ങനെ തിളങ്ങും. ഇപ്പൊ അതിന്റെ വൃത്തിയൊന്നും ആയിട്ടില്ല. പിന്നതാ കാളം വലിയ ഐറ്റം കാളാണ് തോട്ട് കടന്ന് അവിടെ കിടന്നു നോക്ക്.
ഇങ്ങനെ തമിഴ്നാട്ടിൽ ചെന്നാലേ ആന്ധ്രയിലൊക്കെ പോലെ ഇങ്ങനെ കാണുള്ളൂ. ഒരുവിധം സ്ഥലത്തൊന്നും പോയാൽ നിങ്ങൾ ഇത്ര കൂടുതലൊന്നും കാണാൻ കഴിയൂല. നേരത്തെ കണ്ട ആ കാലിന്റെ ആ ടൈപ്പല്ലേ ആ അവിടെ കണ്ടില്ല, കറുപ്പ് വെള്ളി ആ ഇനത്തില് ആണ്. അത് ഇത് ഒറ്റ കളറാണ്, അത് ഡബിൾ കളറാണ്. ഇതൊക്കെ ഓങ്കോൾ ആ ടൈപ്പല്ലേ? ആ ഇതൊക്കെ ഇതൊക്കെ ഏകദേശം എത്രയും തൂക്കുണ്ടാവുണ്ടാവും? ഈ ഐറ്റൊക്കെ ഒരു 3ന്റെ മേലെ, ഒരു 3ന്റെ മേലെ തൂക്കം വരും. 300 മേലെ. പിന്നെ ഇതിനൊക്കെ വില എങ്ങനെ ചോദിച്ചിട്ടുണ്ട്? എത്ര? ഇത് 190, 110. സാധനത്തിന്റെ ഐറ്റിനും വെയിറ്റിനും അനുസരിച്ച് പല വിലന്തും ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞ കച്ചവടത്തിന് അടുക്കുമ്പോഴേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞൊന്നല്ല. അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു മര്യാദ റേറ്റിന് കൊടുക്കാം. ഇതും 3ന്റെ, ഇതൊക്കെ 3ന്റെ റേഞ്ച് തന്നെയാണ്. ഇതിപ്പോ ഒന്നാമത് എന്താറിയോ, ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് വെള്ളമൊന്നും കൊടുക്കാതെ ഒരു ഫിനിഷിങ് ആകാതെ കണ്ട ഒരു റങ്കുള്ള സമയമല്ല. പൊക്കൊക്കെ വെള്ളം കൊടുത്ത് പള്ള വയറൊക്കെ നിറച്ച് കഴുകി ശുദ്ധിയാക്കി നിർത്തണം, അപ്പോഴേ കാണാൻ പവറുണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് പോയുള്ള പശുക്കളുണ്ടാവും, ജനമുള്ള പശുക്കളുണ്ടാവും. അതുപോലെ തന്നെ നമ്മള് അത് തൊട്ട് നമ്മള് എല്ലാ ഇറച്ചിക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ്, പിന്നെ മൂരിയായാലും പശു ആയാലും കാളക്കുട്ടികളാണെങ്കിലും എല്ലാം ഉണ്ടാവും. ചെറുതും വലുതും ബിരിയാണിക്ക് ഐറ്റംസ് അങ്ങനെ ഉണ്ടാവും. എല്ലാം സെപ്പറേറ്റ് വരും. പക്ഷെ ഇന്ന് ഞങ്ങള് കന്നില്ലാത്ത ദിവസം വന്നത്. ഇന്നിപ്പോ വാണിയംകുളം ചന്തന്റെ ദിവസമാണ്. അപ്പൊ ചന്തിഞ്ഞ് വന്നിട്ട് വേണം. വണ്ടി ഇവിടെ നിൽക്കാൻ വേണ്ടി ഇപ്പൊ പോകാൻ നിൽക്കണം. ഇവിടെ വണ്ടി അപ്പൊ ഏറ്റവും സെറ്റ് വരെയുള്ള എല്ലാ ഐറ്റംസും, ഒരു ഫാമിലിക്ക് ആവശ്യമുള്ള ചനയുള്ള പശുക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ പാലുള്ള പശുക്കളുണ്ട്. പിന്നെ എന്തിനു വന്നാലും എന്താ ഉദ്ദേശം വെച്ചാൽ ആ ഉദ്ദേശം തീർത്ത് പോവാ. അതിനുള്ള കന്നുകൾ ഇവിടെ ഉണ്ടാവും. എല്ലാ ഐറ്റംസിലും ഉണ്ടാവും. പോത്തുംകുട്ടികളുണ്ടാവും. ഏത് സമയത്ത് വരുമ്പോഴും നമുക്ക് ഇഷ്ടം പോലെ കന്നുണ്ടാവും. വലുതും ചെറുതും ഏത് ഐറ്റത്തിലും ഒരാൾ വന്നാല്, അതിപ്പോ കോട്ടങ്ങലും കലിങ്ങൽ ഗ്രൂപ്പിന്റെ ഇങ്ങനെ ഫാം എന്ന് പറഞ്ഞാൽ മതി. ഫാം ആണെങ്കിലും ഡെയിലി സെയിലാണ്. ഇത് ഡെയിലി സെയിലാണ്. അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നമ്പർ കോൾ ചെയ്യാണ്ട് സമയത്ത് നമ്പറിൽ വിളിച്ച ആവശ്യം കിട്ടാൻ മതിട്ടാ. പിന്നെ കല്ലിങ്ങലാണ്, പിന്നെ കോട്ടക്കലും. ഈ സ്ഥലത്തിന്റെ പേര് പാലത്ര. കല്ലിങ്ങൽ ഗ്രൂപ്പിന്റെ ഫാം. അങ്ങനെ കൊടുത്താൽ മതി. വന്ന വണ്ടിയായിട്ട് ആളുകള് ലോഡ് കയറ്റാനായിട്ട് വണ്ടിയും ആളും കൂടി വന്ന് നിൽക്കും. തിങ്കളാഴ്ച കന്ന് വന്ന് ഇറങ്ങിയാൽ സെയിൽ ചെയ്ത് പോകും. പറ്റേ തിങ്കളാഴ്ച വരണമെങ്കിൽ തിങ്കളാഴ്ച വരികയാണെങ്കിൽ കണ്ണ് നിറയെ കാണാനുണ്ടാവും. മൊത്തം ഫുള്ള് തന്നെ. ആദ്യം നമ്മൾ കന്നാള് വൃത്തിയാക്കുന്നതിന് മുമ്പ് ആദ്യം പരിസരം വൃത്തിയാക്കും. എന്നിട്ട് നമ്മൾ വെള്ളം കൊടുക്കും. കോഴിക്കുള്ള പുല്ലും റെഡി ആക്കിയിട്ട് കഴുകി എന്നിട്ട് ഇനി രാത്രി ഇനി വൈകുന്നേരം പിന്നെയും ചീറ്റി വെള്ളം കൊടുക്കും. ഉണ്ടാവും. വളർത്തുന്ന എല്ലാ ഇനങ്ങളും ഉണ്ടാവും. ഒരു പ്രസവം പ്രസവിച്ചിട്ടുള്ളൂ. കുറച്ച് പാലും ഉണ്ട്. 5 മാസം ചെനയായി. ഇത് പിന്നെ ഈ ജേഴ്സി പെട്ടതാണ്. ഇത് കൊമ്പില്ലാത്ത ഇന ആവേണ്ടതാണ്. സംഭവം ഇതിന് ചെറിയ കൊമ്പുണ്ട്, ചെറുതുണ്ട്. ഇനി അത് കൂടുതൽ വളരൂല. ഇത് ഇവിടുന്ന് ഇപ്പോ 2 കാര്യം നടക്കും. ടീച്ചർമാരെ കൊണ്ട് പറഞ്ഞ കാര്യമാണ്. ചെനയുണ്ട്, പാലുണ്ട്. ടീച്ചർമാരെങ്ങനെയുള്ള പിന്നെ എന്താ, അവർക്ക് ജോലിയുണ്ട്, വീട്ടിലെ കാര്യം നോക്കുക എന്ന മാതിരിയാണ് ഇത്. 2 കാര്യമാണ്, പാലുണ്ട് ചെനയുണ്ട്. ഇത് എവിടുന്ന് ഒട്ടൻചിത്ര. നല്ല ഫസ്റ്റ് പ്രസവമാണ്. രണ്ടാമത്തെ ചെനയാണ്. നല്ല നല്ല മര്യാദ ഉള്ള എല്ലാ ഭാഗവും ക്ലിയർ ആവൊക്കെ. ഇവിടെ എങ്ങനെ ഒരാഴ്ച ഏത് സാധനത്തിന് വന്നാലും ആൾക്കാരെ
ആ ഇല്ലാന്ന് പറഞ്ഞില്ല. അത്രയും ഒരു ഇതുള്ള സ്ഥലമാണ്. ആ എന്ത് എപ്പോ ഏത് സമയത്തും ഓക്കെ ഇപ്പോഴും വരാം. നോക്കാം. ഇതാണ് ആനപ്പോത്ത്, ഇതേ ഓർമ്മ. വെരുമ്പോത്ത് ഇതില്ലേ കൈ കണ്ടത്. കയ്യാണ്. ആ ഭാഗം നോക്കിയാലും കൈയുണ്ട്, ഈ ഭാഗം നോക്കിയാലും കൈയുണ്ട്. ഇതാണ് മോഡല്. ഇതാണ് കൗതുകം എന്ന് പറഞ്ഞ സാധനം. ഇത് ഷോക്കേസിൽ വെക്കണേ ആദ്യം ഉള്ളത്. ഒറിജിനൽ എച്ചപ്പ് കുട്ടിയാ. കുട്ടി ഇത് ഡെയിലി സെയിലാണ്. അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നമ്പർ കോൾ ചെയ്യാണ്ട്. ഇന്നലെ വന്ന് ഇന്നലെ കുറെ പൈക്കളായിരുന്നു കൂടുതൽ വന്നിരുന്നത്.